വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. വന നിയമ ഭേദഗതിയുമായി സർക്കാർ മുന്നോട്ട് പോകില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അത് ആശങ്കകളെ ഗൗരവത്തോടെ കാണുന്നുവെന്നാണ് മുഖ്യമന്ത്രി. അതെ, അത് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഈ വാർത്താ സമ്മേളനം. ഒപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ അതിന്റെ തത്സമയ വിശദാംശത്തിലേക്കാണ് പോകുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെയും ക്രൈസ്തവ സഭകളുടെയും എതിർപ്പിന് പിന്നാലെ വന നിയമ ഭേദഗതി ബിൽ ഉപേക്ഷിച്ച് സർക്കാർ. ബില്ലിലെ ആശങ്കകൾ പരിഹരിക്കാതെ സർക്കാർ മുന്നോട്ട് പോകില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിയമ ഭേദഗതി ദുർവിനിയോഗം ചെയ്യാനിടയുണ്ടെന്ന ആശങ്ക സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിൽ വനഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട്. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു നിയമഭേദഗതിയും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. വനം നിയമഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിൽ തുടരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നമ്മൾ പ്രതിഷേധം കണ്ടതാണ്. പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നുണ്ട്. അവർ ഒരു മലയോര ജാഥയിലേക്ക് പോകുന്നു. ആ ഘട്ടത്തിൽ ഇപ്പോൾ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ ഇതൊരു വലിയ വിഷയമാകാൻ പോവുകയാണ്. അപ്പോൾ ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുകയാണോ സർക്കാർ? അനുജ, തീർച്ചയായും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് മലയോരം വേദിയാക്കാനുള്ള നീക്കം തിരിച്ചറിഞ്ഞ് ഒരു മുഴം മുമ്പേ എറിയുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ വനനിയമ ഭേദഗതിയുമായി തൽക്കാലം മുന്നോട്ട് പോകാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. മലയോര ജനതയുടെ ആശങ്കകൾക്ക് ഒപ്പമാണ് എല്ലാ കാലത്തും. ആ ആശങ്കകൾ പരിഗണിച്ചുകൊണ്ട് വനനിയമ ഭേദഗതിയിൽ നിന്ന് തൽക്കാലം പിൻവാങ്ങുന്നുവെന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. ഈ കാര്യത്തിൽ ക്രൈസ്തവ സഭകളുടെ അടക്കം എല്ലാവരുടെയും ആശങ്കകൾ അനുഭാവപൂർവ്വം പരിഗണിച്ചുവെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എക്കാലത്തും ഇടതുപക്ഷം മലയോര ജനതയോടൊപ്പമാണ്. കേരളത്തിലെ സവിശേഷ സാഹചര്യം മനസ്സിലാക്കിയാണ് ഓരോ നിയമവും നടപ്പിലാക്കേണ്ടത്. നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയാകണം എന്നതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അത് വനനിയമത്തിൻ്റെ കാര്യത്തിലും അതേ കാഴ്ചപ്പാട് തന്നെയാണ് സർക്കാർ പിന്തുടരുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ഈ ആശങ്കകൾ ബോധപൂർവ്വം സൃഷ്ടിക്കാനും ചില കോണുകളിൽ നിന്ന് ശ്രമം നടന്നുവെന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് തൽക്കാലം വനനിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല. ഈ മലയോരത്തെ ജനങ്ങൾക്കിടയിലുണ്ടായ വികാരം സർക്കാർ കണക്കിലെടുക്കുന്നു, അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അനുജ, ശരി, അങ്ങനെ പല വിഷയങ്ങളിലും ഇന്നിപ്പോൾ സർക്കാർ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ വിശദാംശത്തിലേക്കാകും വരുന്ന ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം.